നമസ്കാരം. സംഘികളെ ക്ഷേത്രങ്ങളുടെ പടി കയറ്റാൻ പാടില്ല. എന്തുകൊണ്ടെന്നല്ലേ? ശബരിമലയിൽ നിന്ന് ഇപ്പോൾ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സംഘികൾ എന്തിനാണ് ഒരു ആരാധനാലയത്തിൽ പോകുന്നു എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യം. ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോഴാണ് അതിനെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്യണമെന്ന് തോന്നി. കണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ വ്രതശുദ്ധി എടുത്ത് മല കയറി അയ്യപ്പനെ വിളിച്ചുകൊണ്ട് എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്നത്? അയ്യപ്പനെ കാണുക, ആ ദർശനത്തിലൂടെ സായുജ്യം അടയുക, എന്റെ പ്രതിസന്ധികളെ കുറിച്ച് പറയുക എന്ന ഉദ്ദേശത്തിലായിരിക്കും ഏതൊരു വ്യക്തിയും ശബരിമലയിലേക്ക് പോകുന്നത്, ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി. പക്ഷെ ഒരു സംഖ്യയായിട്ടുള്ള വ്യക്തി പോയി ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കും. അതായത് 18-ാം പടിയിൽ തിരക്കില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. സാധാരണഗതിയിൽ മനുഷ്യൻ ഒരിടത്ത് കുറെ സമയം വെറുതെ നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആചാര ലംഘനം നടത്തിയത്ര. എന്ത് ആചാര ലംഘനം? മനുഷ്യൻ സ്വാഭാവികമായിട്ട് നിൽക്കുമ്പോൾ ആ പടിയിൽ അദ്ദേഹം കാലിട്ടൊന്ന് ഉരച്ചു. അതിലെന്താണ് ഇത്ര തെറ്റ്? അതിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തിക്ക് കാലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ ആചാര ലംഘനമാകും. അതെങ്ങനെയാണ്? കാര്യം സ്വാഭാവികമായിട്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, 18-ാം പടി ചവിട്ടുന്നത് ബെയർ ഫുട്ട് അഥവാ ചെരുപ്പിടാതെ നടന്നു വരുന്നവരായിരിക്കാം. നടന്നു വരുന്നവരുടെ കാലിന്ന് പറ്റിയ അഴുക്ക് അതിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കാലുകൊണ്ട് അതിനെ അങ്ങ് നീക്കിക്കളഞ്ഞതാണെങ്കിലോ? അങ്ങനെയൊന്നും അവന്റെ കാലിൽ ചിന്ത വരില്ല. ആചാര ലംഘനം നടത്തുന്നു എന്നാണ് അവന്റെ ഒരു കാഴ്ച. അതായത് റോബോട്ടുകളെ കണക്ക് മനുഷ്യൻ നിന്നോളണം. കാര്യം അയാൾ ചവിട്ടി നിൽക്കുന്ന പടിയിൽ കാലിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ അത് ആചാര ലംഘനമായി. ഇവനെയൊക്കെ ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റൂ? ഇവനൊക്കെ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണോ അവിടെ പോകുന്നത്? അല്ല. എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം, ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മറ പിടിച്ച് നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടാക്കാം എന്നുള്ള വെറും വിഷചിന്തയുമായിട്ട് പോകുന്നവരാണ് ഇവരൊക്കെ. അവിടെ പോയി എന്ന് കരുതിക്കൊണ്ട് ആ ക്ഷേത്രത്തിന് ഗുണമുണ്ടോ? ഒരാളെ അനാവശ്യമായിട്ട്, അയാൾ ജോലി ചെയ്യാൻ വന്ന വ്യക്തിയാണ്, അയാളെ അനാവശ്യമായിട്ട് അയാളുടെ ദൃശ്യമെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അയാൾക്ക് കുറെ പേരെ കൊണ്ട് പുലഭ്യം പറയിക്കുമ്പോൾ ഈ വൃത്തികെട്ടവൻ അവിടെ വന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള ദുഷിച്ച മനസ്സുമായിട്ട് വരുന്നവൻ അവിടെ വന്നിട്ട് എന്ത് നേട്ടമുണ്ടാക്കാനാണ്? ഇവനൊക്കെ വിശ്വാസത്തോടു കൂടി വരികയാണ്. സാധാരണഗതിയിൽ നമ്മളായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ മുഖേന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിക്കുന്നതായിരിക്കും വിശ്വാസി എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. അവിടെ പോവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വരുമാനങ്ങളും അവിടുത്തെ ആൾക്കാരുടെ തിരക്കൊക്കെ കാണുമ്പോൾ പണത്തെക്കുറിച്ചാണ് അവർ ചിന്ത വരുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഞങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി വിഴുങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവനാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ആചാര ലംഘനമായിട്ട് തോന്നുന്നത്. അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് തുടർച്ചയായിട്ട് 28 ദിവസം വരെ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇതിനെല്ലാം ചുഴിഞ്ഞു നോക്കുന്നവന് ആചാര ലംഘനമായിട്ട് തോന്നും. സാധാരണ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ, കുറച്ച് സമയം വെറുതെ നിൽക്കുമ്പോൾ കൈയിട്ട് ഉരയ്ക്കുകയോ കാലിട്ട് ഉരയ്ക്കുകയോ, അല്ലെങ്കിൽ അയാൾ ചെയ്തത് എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ആ പടിയിൽ എന്തെങ്കിലും പറ്റിയിരുന്നതിനെ കാലുകൊണ്ട് നീക്കിക്കളഞ്ഞതാണെങ്കിലോ, അത് ആചാര ലംഘനമായിട്ട് ആ വ്യക്തിയെ അനാവശ്യമായിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാനുള്ള മനോഭാവമായിട്ട് പോകുന്നവനെ പടി കടത്തേണ്ടതുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇതാണ് കേരളത്തിലെ ഓരോ സംഘി എന്നും മനസ്സിലാക്കുക. വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെ നാട്ടുകാർ മുഴുവൻ ചെയ്തോളണമെന്ന് വാശി പിടിക്കുന്നതാണോ യഥാർത്ഥ വിശ്വാസി? നിന്റെ വിശ്വാസം നിനക്ക് അതുപോലെ പാലിച്ചാൽ മതി. നീ ഇപ്പോ അവിടെ നിൽക്കുമ്പോൾ അത് ചെയ്യില്ലെങ്കിൽ നീ ചെയ്യണ്ടെന്നേ. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ പറയും പോലെ പ്രവർത്തിച്ചോളണം, അനങ്ങാൻ പാടില്ല, റോബോട്ടായി പ്രവർത്തിച്ചോളണം എന്ന നിലയ്ക്കൊക്കെ ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി ആചാര ലംഘനം എന്നുള്ള കുറെ പേരും ഉണ്ടാക്കി അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ മനസ്സ് ഒരു വിഷപ്പാമ്പിനേക്കാൾ വളരെ കഷ്ടമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ പോലീസുകാരനെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. ഓരോരുത്തർക്ക് ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് വെറുതെ നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആ പടിയിലൊന്ന് കാല് ജസ്റ്റ് ഒന്ന് അനക്കിയാൽ തേഞ്ഞു പോകുന്നതാണോ ഇവിടുത്തെ ആചാരമെങ്കിൽ ആ ആചാരങ്ങളൊക്കെ ലംഘിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. പോലീസുകാർ പുറംതിരിഞ്ഞു നിന്നു ആചാര ലംഘനം എന്നൊരു കഥയുണ്ടാക്കി. ആ പുറംതിരിഞ്ഞു നിന്നതിനെ സംബന്ധിച്ച് തിരിച്ച് ചോദ്യം ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ആ പടിയിൽ നിന്നുകൊണ്ട് ആൾക്കാരെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നത്? അത് പുറംതിരിഞ്ഞ് നിൽക്കുന്നതല്ലേ? അവിടെ ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് യുവമാരുടെ ആചാരമെല്ലാം കൂടി ലംഘിക്കപ്പെട്ടു പോയി. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നോടിയായിട്ട് 18-ാം പടിയിൽ ചവിട്ടി നിന്ന് ജോലി ചെയ്തവർ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. കഴിഞ്ഞു യവന്മാരുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ മനസ്സിലാക്കുക, ഈ സംഘികൾ എന്ന് പറഞ്ഞാൽ വെറും വിഷചിന്തയുള്ളവരാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ കാണിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടു കൂടിയും മനുഷ്യരെ അനാവശ്യമായിട്ട് വിവാദത്തിൽപ്പെടുത്തുക, തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവനൊക്കെ പറയുന്ന ഒരു കാര്യം പോലും മുഖവിലേക്ക് എടുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത്.